അയ്യോ, ഇത് ഞാൻ ഇതോടെ പോയി. ഏടി ചെമ്പതോ? ആടെ എന്തോന്നാണ് ഈ നോക്കണത്? അവിടെ എന്തോ കാണാതെ പോയെന്ന് തോന്നുന്നുണ്ടല്ലോ. ഏട് എന്നെ തേടുறீங்க? നിന്റെ എന്തോ കാണാതെ പോയി? ഞാൻ ഒരു സാരം തപ്പുമായിരുന്നു. അല്ല, എങ്ങും പോകാൻ വഴിയില്ല, പക്ഷെ വെച്ചെടുത്ത് കാണുന്നില്ല. என்ன சாதனம்? പ്ലാവിലെയാ അതാ പച്ചയ്ക്കൊല്ല? അതൊക്കെ നീ ബാക്കി വെക്കാറില്ലല്ലോ. പ്ലാവരുടെ ഞരമ്പ് വരെ തിന്നുന്ന ആളല്ലേ നീ? നീ സാപ്പിടലന്നാ ഉൻ പുരുഷൻ സാപ്പിട്ടിരുപ്പേൻ. ആ സാപ്പിട്ട സാധനാ കാണാത്തത്. ஆடு அதெல்லாம் அவன் தின்னில்லையா? அப்புறம் எப்படி இருக்கு வெடியாது? இது கூட உனக்கு தெரியல മണ്ടി ആട്. അത് ശരിയാ, അവൻ തിന്നു ചാവയും കഴിഞ്ഞ് ആട്ടുംകാട്ടം തട്ടിട്ടുണ്ടാവും. ஆமா ஆமா, வெள்ளமாடு சொன்னதுதான் கரெக்ட். நீ எதுக்கடி தேடிக்கிட்டே இருக்குது? ഓ, അത് പുല്ലും വൈക്കോലും ഒന്നും അല്ല. അത് സാപ്പിട്ട ആടിനെ കാണാത്തത്, മുട്ടനാടിനെ കാണുന്നില്ല. അതായി കിടന്ന് തപ്പണത്. അയ്യോ, മുട്ടനെയാ? അവൻ എങ്ക പോയച്ചുടി? നീ ആ കുറ്റിയുടെ സൈഡിലൊക്കെ നോക്കിയാടി. നിനക്ക് കാണാൻ പറ്റണല്ലേ ഈ കുറ്റി? ഞാൻ എന്റെ അടുത്തല്ലേ നിക്കണത്. ഇത് മുട്ടസൂചിയൊന്നും അല്ല, മുട്ടനെയാ, മുട്ടൻ. അത് മുട്ടക്കാട്ട മുട്ടൻ. ഇയാളിത് എവിടെ പോയി കിടക്കുവാണോ? അവിടെ പാടുവല്ലോ ഉണ്ടോന്ന് നോക്കിയാടി. ഇവിടെ അങ്ങേറെ ചന്തയുടെ പാടുണ്ട്, അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. ചന്തീരെ അല്ലേടി, കാൽപ്പാടുണ്ടാന്ന് നോക്ക്. എങ്ങോട്ടെങ്കിലും നടന്നു പോയിട്ടുണ്ടെങ്കിലും അറിയാലോ. ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് കാൽപ്പാടൊന്നും കാണുന്നില്ല. ഇനി വല്ല അന്യഗ്രഹ ജീവികളോ മറ്റോ പേടകം കൊണ്ടുവന്ന് നേരെ മേപ്പോട്ട് കേറ്റിക്കൊണ്ട് പോയാ? അന്യഗ്രഹ നിവാസികളാ? എതുക്ക്? അവർക്ക് എതുക്കടി മുട്ടനാട്? അല്ല, ഇനി അവർക്ക് മട്ടൻ ബിരിയാണിയോ മറ്റോ? ദേ വെള്ളപ്പശു, ഒരുമാതിരി ചങ്കിക്കുത്തണം വർത്താനം പറയല്ലേ. അയ്യോ, എന്റെ കെട്ടിയോനെയാണ് കാണാതായത്. കെട്ടിയോനെ എഴുതിയിലൊന്നൊഴിക്കാൻ ബെസ്റ്റ് വഹയത്തിയാണല്ല. ഓ സോറിടി, ഞാനൊരു ഒഴുക്കിനങ്ങ് പറഞ്ഞതാ. അവർക്ക് ബിരിയാണി ഒന്നും ഇഷ്ടം ഉണ്ടാവില്ല, വല്ല പരീക്ഷണത്തിനും വേണ്ടി കൊണ്ടുപോയതായിരിക്കും. ദേ വെള്ളപ്പശു, ഇടി പരീക്ഷണം കഴിയുമ്പോ കൊണ്ടുപോയി വിടുവായിരിക്കും, തിരിച്ചുകൊണ്ടുവന്ന് വിടുവായിരിക്കും. ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ. ആട്, அந்த வீட்டுக்குள்ள இன்னும் ஒரு வட்டம் கூடி பார்க்கடி. அங்க எங்கேயா மூலையிலே உட்கார்ந்திருக்காருன்னு பாரடி. എല്ലാ മുക്കും മൂലയും നോക്കി, അവിടെ ഒന്നും ഇല്ല. നായ്ക്കുട്ടൻ എങ്ക പോയാച്ച്? അവങ്കിട്ട് കേട്ടു പാർക്കലാം. നായിന്റെ മോർണിംഗ് വരട്ടെ. ഈ പറമ്പിലെ സകല സാധനങ്ങളുടെ നോട്ടക്കാരൻ, സൂക്ഷിപ്പുകാരൻ, പോലീസ്, പട്ടാളം, ബഹുമാനം വേണം, എന്തൊക്കെ വീമ്പളക്കലായിരുന്നു. ദേ ഇവിടുത്തെ കനപ്പെട്ട ഒരു സാധനം കാണാതെ പോയിട്ട് അവൻ അറിഞ്ഞിട്ടേ ഇല്ല. തേണ്ടി. അല്ലടി, ഇനി അവർ രണ്ടുപേരും കൂടി എങ്ങാനും. ഏത് രണ്ടുപേരും കൂടി? അല്ല, ഈ കോഴിയുമായിട്ടല്ലേ അവന്റെ കൂട്ട്. വല്ല ദുശീലമോ മറ്റോ തുടങ്ങിക്കാണുമോ എന്ന് എനിക്കൊരു സന്ദേഹം. അത് തുടങ്ങി കാണത്തില്ല, എന്നാലും അല്ല അല്ല അങ്ങനെ ഉണ്ടാവണമെന്നില്ല. നീ വല്ല പച്ചപ്ലാവിടെ തിന്നാലോ ഒക്കെ പോയതായ വേടം മതി. ഇനി കോഴിയുടെ പണിയെങ്ങാനോ അയാൾ തുടങ്ങിയ എന്റെ താനിക്കോണോ അയാൾ അറിയും. ആ കൂട്ടിക്കിടക്കണ പേട്ടി പിടകളല്ല എന്റെ തന്ത. അയാളിങ്ങ് വരട്ടെ. അല്ലേ വേറെ സംബന്ധം കൂടാൻ പോയേക്കണ് കളവൻ. എടി, ഇനി എങ്ങാനോ അതിനാണോ അയാൾ പോയേക്കണത്? പക്ഷെ ഇത്ര നേരം ആയില്ലേ, തിരിച്ചു വരേണ്ട സമയമൊക്കെ ആയില്ലേ. ഇനി വഴി തെറ്റിയെങ്ങാനും. അല്ല, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണല്ലോ. അറ്റംപ്റ്റാ? ആദ്യമായിട്ട് പോണതല്ലേ, അതാ ഞാൻ ഉദ്ദേശിച്ചത്, അല്ല വേറൊന്നുമില്ല. എന്തിനു പോണാന്നാ നീ ഉദ്ദേശിച്ചത്? എടി, എന്തിനാണേലും ആദ്യമായിട്ടല്ലേ അവൻ ഈ വീടിന് പുറത്തിറങ്ങുന്നത്. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. വാ തുറന്നതാക്കി കയറി പിടിക്കുവാണല്ലോ ഈ പെണ്ണ്. ഇനി ഇറച്ചി വെട്ടോർ യാറാവത് വഴിയില്. അയ്യോ, എന്റെ ഞാൻ ഇറച്ചിക്കാരെ കൊണ്ട് പോയേ. എനിക്കിനി ആരുമില്ലേ, നീ എന്ത് ചെയ്യുക? അയ്യോ, താഴെ വെച്ചാ പെനടിക്കും, തലേ വെച്ചാ ഉറുമ്പരിക്കും എന്നും പറഞ്ഞ് ഞാൻ കൊണ്ട് കടന്ന മുട്ടനാണേ. അയ്യോ, കാണുന്നില്ലേ? അയ്യോ,
അയ്യോ നീ കരയാതടി, അവളൊരു ഊഹം പറഞ്ഞതല്ലേ. എന്നാ ചെമ്പക ഇത്? ஏய் வெள்ளமாடு, தலையிலடி பேன் இருக்குது, கீழே இருந்தா உറുம்பு, தலையில இருந்தா பேன், அப்படி சொல்லுதானடி கரெக்ட். കാണുന്നില്ലേ? എന്റെ ചെമ്പകം, സങ്കടവും കരച്ചിലും ഒക്കെ വരുമ്പോ ആരെങ്കിലും ഗ്രാമർ നോക്കുവാ? അവള് സങ്കടം കൊണ്ട് പറയണതല്ലേ. വിത്ത് കളമുൻഷി ചെമ്പകം. அப்படியா? ஏய் ஆடு, நான் சும்மாவ சொன்னதடி, இது உண்மையே அல்ல, என் சந்தேகம் தானடி இது. എന്ത് ഊഹമാണെങ്കിലും എങ്ങാനും ശരിക്കും അങ്ങനെ പിടിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിലോ? അയ്യോ എനിക്കിനി ആരുമില്ലേ, ഞാനും എന്ത് ചെയ്യുവേ? ഈ കുറ്റുമുട്ടിനി ആരിക്കുവേ? അയ്യോ എന്നാടെ ഈ കിടന്ന് കരയുന്നേ? എന്താ പറ്റി? നീ എങ്ങാനും മുട്ടന്റെ ഇടിവെല്ലാം കിട്ടിയോ? പട്ടി അവനെ കാണാതിരിക്കുവായിരുന്നു. നീ എന്നാ കാവലുണ്ടാക്കുവാ ഇവിടെ? ആ ദേ വെള്ളപ്പശു, വെറുതെ എന്റെ ജോലി അവമാനിക്കരുത്. എന്താ കാര്യം? മുട്ടനെ കാണാനില്ല, അത് തന്നെ കാര്യം. മുട്ടൻ എങ്ങോട്ട് പോയി? அப்ப அவன் உன் கூட வரலையா? എന്തിന്? ஐயோ, அப்ப அவன் இவன் கூட போயிட்டே இல்லடி, பின்ன அவன் எங்க போயிச்சு? ഇവനെ എപ്പോഴാ കാണാതെ? ഇന്നലെ രാത്രി വരെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ കണ്ടതാണല്ലോ രാത്രി. ഞാൻ സമയം ഒന്നും നോക്കിയില്ല, ഇവിടെ രാവിലെ നോക്കുമ്പോ ആളെ കാണാനില്ല. എന്താ സംഭവം? മുട്ടനെ കാണാനില്ല. നീ എങ്ങാനും കൊണ്ടുപോയടാ അവനെ? എന്തിന്? അല്ല നീയല്ലേ ഈ ഊര് തണ്ടിയൊക്കെ നടക്കണത്, നിനക്ക് വല്ല വിളക്ക് കാണിക്കാനാ അങ്ങനെ എന്തെങ്കിലും? ദേ പട്ടി, അനാവശ്യം പറയരുത്, കൂണ്ടിക്കിട്ട് കൊത്തു ഞാൻ എന്തിനാണ് അവനെ കൊണ്ടുപോകുന്നത്? അല്ലേ തന്നെ ഞാനിപ്പോ നല്ല ഒരു ഗൃഹസ്ഥാശ്രമണനാണ്. എന്തോന്ന്? ആദ്യ വാക്ക് മര്യാദയ്ക്ക് പറയാൻ പഠിക്ക്. ഗൃഹസ്ഥാസനൻ. നീ എന്നെ മലയാളം പഠിപ്പിക്കണ്ട, ഞാൻ സ്കൂളിലെ പറമ്പിലൊക്കെ പണ്ട് ചെക്കി നടന്നിട്ടുണ്ട്. ഗൃഹസ്ഥാസനൻ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാവോ നിനക്ക്? ഗ്രഹത്തിൽ തന്നെ ആസനം വെച്ചോണ്ടിരിക്കുന്നവൻ, ഗൃഹസ്ഥാസനൻ. ആ കേക്ക്, ഗൃഹസ്ഥാസനൻ. ഇവനാ? എപ്പ മുതല്? അരമണിക്കൂർ മുന്നേ മുതൽ ഇപ്പൊ ആയുള്ളൂ. ഞങ്ങൾ പൂവണ്ണനെ വിളക്കിന് മുന്നേ നിർത്തി സത്യം ചെയ്യിച്ച്, അണ്ണൻ ഞങ്ങളെ 3 പേരെ അല്ലാതെ വേറൊരുത്തിയോളം ഇഷ്ടം കാണിക്കുകയോ ഇതെന്തിനു ചുമ്മാ നോക്കുക പോലും ചെയ്യത്തില്ല. എങ്ങാനും അങ്ങനെ ചെയ്താൽ? ഇനി അങ്ങനെ ചെയ്താൽ എന്തു പറ്റുമെന്ന് പറഞ്ഞു കൊടുക്കടി. ഇനി അങ്ങനെ ചെയ്താൽ പൊട്ടിത്തെറിക്കും. എന്ത്? പാലതും പൊട്ടിത്തെറിക്കും. അത്രയല്ല. അത്രേ ഉള്ളാന്ന്. ഒന്ന് ചെയ്തു നോക്കട്ടെ അണ്ണൻ, വിവരം അറിയും. ചിലപ്പോ അണ്ണൻ മൊത്തത്തിൽ പൊട്ടിത്തെറിക്കും. ശരിക്കും നിന്റെ ഒരു യോഗോടാ. തലയ്ക്കകത്ത് ഒരു ഉറുമ്പ് പോലും താമസിക്കാത്ത 3 എണ്ണങ്ങളെയല്ലേ കെട്ടിയത് നീ? യോഗം പ്രഭോ, നിന്റെ യോഗം. അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. നിങ്ങൾ പേടിക്കേണ്ട വെള്ളാടെ. അവൻ എന്റെ ഉറ്റ സുഹൃത്ത് നിലയൻ. അവന്റെ തിരോധാനം അന്വേഷിക്കേണ്ടത് എന്റെ കൂടെ ഉത്തരവാദിത്വമാണല്ലോ. അവന്റെ എന്ത് സാധനം? അവന്റെ സാധനമല്ല, തിരോധാനം. അതായത് കാണാതാകൽ, മിസ്സിങ്. അതെ പെങ്ങന്മാരെ, വെറുതെ കാവൽക്കാരെന്നും പറഞ്ഞ് നിൽക്കാൻ പലർക്കും പറ്റും. അടക്കം മാറ്റി വെച്ചേക്ക്, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അടക്കവാ? അല്ലല്ല, ആടിനോട് കരയാതിരിക്കാൻ പാ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അതിനിടയ്ക്ക് എനിക്കിട്ടുണ്ടാക്കിയല്ല മാമച്ച. അടേ പേടിക്കണ്ട, ഞാനും അന്വേഷിക്കാം. മണം പിടിക്കാൻ എന്നെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. എവിടെയോ മീൻ മറുക്കുന്ന മണം വന്നുണ്ട്. ഇങ്ങട് ഇരിയൂടെ. നാറി ഇങ്ങോട്ട് വരട്ടെ. കാളിച്ച് കളിച്ചവനുണ്ട്, തൊഴുത്തി കയറി കളിക്കാൻ തുടങ്ങി. അവന്റെ ഒരു ഒട്ടുക്കത്ത പന്ത് കളി. ഇന്നത്തോടെ തോത്തിക്ക് ഞാൻ അവന്റെ കളി. മകനായിപ്പോയി. അല്ല കൊന്നേനെ ഞാനെന്ന് അറിയുന്ന. തീറ്റ കൊടുക്കുന്നതിന്റെ പ്രയോജനം പട്ടികനെ കാണിക്കുന്നുണ്ട്. 9 മാസം തോന്നുവറ്റവനെ കൊണ്ട് ഒരു പ്രയോജനമില്ല. പ്രയോജനം ഉണ്ടെന്ന് മാത്രമേ വലിയ ശല്യമായിട്ട് തുടങ്ങി. ഏത് സമയത്താണാവോ ഇവനെയൊക്കെ തോന്നിയത്? ആദ്യമായിട്ടായി തള്ള എന്നെ കുറിച്ച് നല്ലത് പറയുന്നത്. എങ്ങനെ പറയാതിരിക്കും? എന്റെ കഴിവ് ഭയങ്കരമായി പോയില്ലേ. ഞാൻ ആരുടെയൊക്കെയാ മോൻ? അല്ലല്ല, ഞാൻ ആരാ മോൻ? ഇങ്ങനെ ഉടപ്പോയി കിടക്കുമായിരുന്നു വെറുതെ ഊട്ടിത്തിരക്കിട്ട്. അവന്റെ മെക്കിട്ട് കേറല്ലേ. നടന്ന കാര്യം ഞാൻ പറയാം.
ഞാൻ പറയാം ഞാനല്ലേ എല്ലാം കണ്ടതും ആളെ രക്ഷപ്പെടുത്തിയെടുത്തതും. ഞാൻ പറയാം, ഞാൻ രാവിലെ ഇറച്ചിയുടെ മുന്നിൽ കിടക്കുമായിരുന്നു. ഇവിടുത്തെ ആ ചെറുക്കൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടല്ലോ, ഒരു ഈ ഓന്തിന്റെ മുഖമുള്ള ഒരുത്തൻ, അവൻ ഒരാളിനെയും വലിച്ചോണ്ട് വരുന്ന കണ്ട്. എനിക്ക് ആദ്യം മനസ്സിലായില്ല. സൂക്ഷിച്ചു നോക്കിയപ്പോഴാ നമ്മുടെ മുട്ടൻ. ഞാൻ ഇതിനോട് കാര്യം തിരക്കിട്ട് ഇവനാണെ വല്ല മിണ്ടുന്നുണ്ടോ, മിണ്ടാട്ടോ ഇല്ല, പേടിച്ച് വിറച്ചങ്ങനെ ഇരിക്കണവൻ. ഇത് ഞാൻ അപ്പം തന്നെ എഴുന്നേറ്റ് ചേട്ടായിനെ വിളിച്ചോണ്ട് വരാൻ വേണ്ടി ഇങ്ങോട്ട് ഓടി. ഞാൻ വരുന്ന വഴി ചേട്ടായി അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും ചേട്ടായും കൂടി കുരച്ച് തള്ളയുടെ നെറ്റി പിടിച്ച് വലിച്ച് എങ്ങനെയെങ്കിലും ഇറച്ചിക്കടയിൽ എത്തിച്ച് ഇവനെ കാണിച്ചു കൊടുത്ത്. അവരെ ഇറച്ചിക്കടക്കാരനെ എന്തോ കേസ് കൊടുക്കുമെന്ന് അതൊക്കെ പറഞ്ഞ് കുറെ തെറിയും പറഞ്ഞ് ഇവനെ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന്. എൻ്റെ ദൈവമേ, ഞാനടിച്ച ടെൻഷൻ. ഒരു 5 മിനിറ്റ് വ്യത്യാസം വന്നിരുന്നെങ്കിൽ ആ സ്വർഗത്തിലിരിക്കേണ്ട ആളാ ഇരിക്കണത്. വിളിക്കണ്ട. ഇങ്ങനെ എന്തിനാ ഇറച്ചിക്കടയിൽ പോയത്? പോയതല്ല, കൊണ്ടുപോയതല്ലേ. ആര്? ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ ആ ചെറുക്കന്റെ കൂട്ടുകാരൻ, ആ ഓന്തിന്റെ മുഖമുള്ളവൻ. കൊള്ളാം. നിങ്ങൾ എന്തിനാ അവന്റെ കൂടെ പോയത്? എന്റെ ആടെ ഒന്ന് സമാധാനത്തോടെ ചോദിക്ക്. കാര്യം ഞാൻ പറയാലോ. കഴിഞ്ഞ ദിവസം ഫുട്ബോൾ ഫൈനലിന് ഇവിടുത്തെ ചെറുക്കൻ അർജന്റീനയ്ക്ക് ജയിക്കുമെന്നും പറഞ്ഞ് വെച്ച് ഇവനായിരുന്നു പന്തയം. തോറ്റ അവന്റെ കൂട്ടുകാരന് ഇവനെ കൊടുക്കാമെന്നും ജയിച്ച അവന്റെ ആടിനെ ഇങ്ങോട്ടും തരും. അർജന്റീന തോറ്റ് നമ്മുടെ മുട്ടൻ പണിയും കിട്ടി. ഏതോ രാജ്യത്ത് ആരോ പന്ത് കളിച്ച് ഇവിടെ കിടക്കാൻ പാടില്ലാത്ത മുട്ടനും. ഞാൻ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല. ഒരു കേടും കൂടാതെ എത്തിയല്ലോ, അത് മതി. ആരും എനിക്ക് വലിയ പ്രയോജനമൊന്നും ഇല്ലെങ്കിലും ഒരാളുണ്ടെന്ന് പറയാൻ ഒരാളായല്ലോ. ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട, ഒന്ന് ഉഷാറായിക്കേ. എനിക്ക് കുറേ വഴിപാട് ചെയ്ത് തീർക്കാനുണ്ട്. എല്ലാ ദൈവങ്ങൾക്കും വഴിപാടുണ്ട്. ചായന പ്രദർശനം, മുട്ട നിരങ്ങ് നേർച്ച, ശൂലം നേർച്ച, പള്ളി പോണം. എനിക്ക് ഉഷാറായിക്കേ. ഇനി ഇതിനകത്ത് എങ്ങനെയാ?